നമ്മുടെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ ഞാനും സഹിനും പറഞ്ഞതുപോലെ ഇവിടെ ഒത്തിരി പേര് വരുവും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്രയും ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരാളെ അല്ലേ മാഡം, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു മാഡം ഡാൻസ് കളിക്കുന്ന എനിക്കൊരു ഹിപ്പ് ഹോപ്പ് ലൈനൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെയായിരുന്നു അല്ലെങ്കിൽ കുട്ടിക്കാലത്തുള്ള കാനഡയോ മറ്റു രാജ്യങ്ങളിലൊക്കെ അല്ല, എൻ്റെ കുട്ടിക്കാലം കുട്ടിക്കാലം കുറച്ച് വർഷം ഞാൻ കാനഡയിലായിരുന്നു. അച്ഛൻ PhD പഠിക്കാൻ പോയ സമയത്ത് ഞങ്ങളൊക്കെ കൂടെ പോയി. ഇപ്പോൾ എൻ്റെ ഓർമ്മകളൊക്കെ തുടങ്ങുന്നത് അവിടെയാണ്. പക്ഷേ ഇപ്പം കൂടുതൽ സമയം ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. അപ്പം തിരുവനന്തപുരത്താണ് ജനിച്ചത്, തിരുവനന്തപുരത്താണ് വളർന്നത്, തിരുവനന്തപുരത്താണ് പഠിച്ചതും ഒക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ സ്കൂൾ കലോത്സവത്തിന്റെ ഈ സർക്കാർ തല ഒരുക്കങ്ങളൊക്കെ ഭംഗിയായി നടന്നു അല്ലേ? വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ജനറൽ എഡ്യൂക്കേഷൻ വകുപ്പിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു വലിയ സംശയം, ഇത്രയും ടെൻഷൻ പിടിച്ച ജോലിക്കിടയിൽ നിൽക്കുമ്പോൾ എത്ര മനോഹരമായി ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത്? ചിരി എൻ്റെ ആയുധമാണ്. ഇതിലൊരു രസകരമായ ഒരു കാര്യം, ഈ ഇത്തവണത്തെ കലോത്സവം സർവത്ര കലാമയാന്ന് പറയുന്നത്. ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ചീഫ് സെക്രട്ടറി പൊസിഷനിലുള്ള ആളുകളെ നമുക്ക് അങ്ങനെ കാണാൻ പോലും കഴിയാത്തതാണ്. അതൊരു ആറ്റിറ്റ്യൂഡിന്റെ കൂടെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു സംവിധാനങ്ങൾ മാറുന്നതിന് നമ്മുടെ മൊത്തത്തിലൊരു ആറ്റിറ്റ്യൂഡ് മാറുന്നതിന്റെ കൂടി ഭാഗമാണെന്ന് തോന്നും ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ. ഞാൻ പറയട്ടെ, ഈ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നിരുന്നാലും ഏതെങ്കിലും നിമിഷം നമുക്ക് സന്തോഷിക്കാൻ കിട്ടുകയാണെങ്കിൽ അത് സന്തോഷിക്കണം. ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ മലയാളി പൊതുവിൽ കുറച്ച് സ്റ്റിഫാണ്, കുറച്ച് ഇതായിട്ടിരിക്കുന്നു. ഇപ്പം ഒന്ന് അയഞ്ഞ് നിൽക്കുന്നത് നമ്മളാക്കുന്നു. നമുക്ക് കൂടുതൽ ബന്ധങ്ങൾ, നമുക്ക് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു, മനസ്സിന് സന്തോഷം തരുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ഈ ടെൻഷനൊക്കെ മാറ്റിയെടുക്കാനും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് മലയാളിക്ക് മറ്റൊരു സവിശേഷതയുണ്ട്, ഭയങ്കര ക്രിയേറ്റീവാണ്. ഇത്ര ക്രിയേറ്റീവായിട്ടുള്ളൊരു ജീനസിനെ നമുക്ക് വേറെ കിട്ടൂല. അപ്പോൾ ക്രിയേറ്റിവിറ്റിയും സന്തോഷവും നമുക്ക് ബന്ധിപ്പിക്കാനായിട്ട് പറ്റിയാൽ കിട്ടുന്നത് എന്താണ്? അതാണ് കലോത്സവം. മാഡം വെച്ച് തന്നാൽ എന്തായിരിക്കും അത് നിങ്ങൾക്ക് അറിയാലോ. അയ്യോ, ഓടിപ്പോണം തോന്നുന്നു. ബ്രേക്ക് ഡാൻസ് വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് എൻ്റെ മോൾ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മ അത് ഈ ഒരു കാരണവശാൽ ഇതിനെ ബ്രേക്ക് ഡാൻസ് പക്ഷെ എന്ത് മനോഹരമായിട്ട് മാഡം കളിക്കുന്നു. സത്യം, ഞാൻ ഈ ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ കാര്യമായി തന്നെ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളും കൃത്യമായി നൃത്തം അഭ്യസിക്കുന്ന ഒരാളെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പാട്ട് അങ്ങനെയാണോ? ആരൊക്കെയാണ് അങ്ങനെ കേൾക്കുന്നത്? വെസ്റ്റേണിലാണോ? ഞാൻ എല്ലാതരം പാട്ടും കേൾക്കും. അപ്പോൾ എനിക്ക് കന്നഡ ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണ്, വെസ്റ്റേൺ ക്ലാസിക്കൽ ഇഷ്ടമാണ്, പക്ഷേ അടിപൊളി പാട്ട് ഇഷ്ടമാണ്. അത് ഇപ്പം സായിപ്പിൻ്റെ പാട്ടായാലും ശരി, നമ്മുടെ നാട്ടിലെ പാട്ടായാലും ശരി, ഹിന്ദി പാട്ടായാലും ശരി, റഹ്മാൻ ആയാലും ശരി, ഏതായാലും അതെ എല്ലാ മൂടും എനിക്ക് ഇഷ്ടമാണ്. രണ്ടുപേരും പാടിയല്ലോ മാം, എങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ തൊണ്ട പോയി. ഈ രണ്ട് ചുവട് വെച്ചാലോ എങ്ങനെയെങ്കിലും? എന്നെ കൊണ്ട് നിങ്ങൾ വെറുതെ വിടില്ല. നന്നായി ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. അതെ അതെ അതെ. സാധ്യമാവുന്നു മാഡം. എനിക്ക് വീട്ടിൽ പോയി മക്കളോടൊക്കെ പറഞ്ഞു, ഞാൻ ചീഫ് സെക്രട്ടറി ഞാൻ ഇത് നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ചെയ്യുന്ന ഒരു ചീഫ് സെക്രട്ടറിക്ക് സ്വപ്നം കാണാൻ കഴിയുമെന്ന് അല്ല. IAS പലതരം പല ആളുകളും നിങ്ങൾക്ക് ഭയങ്കര തെറ്റിദ്ധാരണ. കാരണം സാറിനെ പോലെയുള്ള ഒരുപാട് പേര് അത്തരത്തിൽ പുസ്തകങ്ങൾ എഴുതുകയും അവാർഡ് വാങ്ങുകയൊക്കെ ചെയ്യുന്ന
അല്ലെങ്കിൽ ഒരുപാട് IAS ഓഫീസേഴ്സ് അങ്ങനെ പുസ്തകം എഴുതുന്നവർ അല്ലെങ്കിൽ കലാകാരന്മാർ നിരവധി ഉണ്ട്. കാരണം അത്രയും ബ്രൈറ്റ് ആയിരുന്നു ചെറുപ്പകാലത്ത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ആ കാലത്ത് അന്ധകാലത്ത് അത്രയും നല്ല കാലിബറുള്ള അത് ക്രിയേറ്റിവിറ്റി ആയാലും എല്ലാ കാര്യത്തിലുള്ളതുകൊണ്ടാണ് ഇവർ IAS എത്തിയത്. ഇത്രയും ചടുലമായ നൃത്ത ചുവടുകളുള്ള ഒരു ചീഫ് സെക്രട്ടറി ഞങ്ങൾ കേട്ടില്ല. ഫോളോ ചെയ്തെടുക്കുന്നു. അല്ല, ഇത് സ്ഥിരം ഇങ്ങനെ കാണാറുണ്ടോ? കാണാൻ ഇഷ്ടമാണ്. അപ്പം ഈ യാത്ര ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നേരത്തേക്ക് നമ്മൾ ഓഫീസിൽ നിന്ന് വീട്ടിൽ വരുന്ന സമയം, അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് ഡാൻസുകളൊക്കെ ഇപ്പോൾ കാണും. അപ്പം ഓർക്കും ഒന്ന് പോയി പ്രാക്ടീസ് ചെയ്ത് നോക്കാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാക്ടീസ് ചെയ്തൊന്നും ശരിയാവുന്നില്ല. ഇപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി വരും. ഈ ഫിറ്റ്നസ് ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫിറ്റ്നസ് ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പക്ഷെ നടക്കും. നടക്കും. പിന്നെ ആരും അറിയാത്ത സമയത്ത്, ആരും കാണാത്ത സ്ഥലത്ത് മാഡം വേറൊരു ഇത് കൂടിയുണ്ട്. ഈ വലിയ എനർജി ലെവല് ഭയങ്കരമായിട്ടുണ്ട്. ആ എനർജി ലെവൽ ഈ ഡാൻസ് ഒക്കെ കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇങ്ങനെ നിലനിർത്താൻ പറ്റുന്നത്. എനർജി എന്ന് പറയുന്നത് നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ എനർജി ഉണ്ടാവും. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. കവിതയുമായിട്ട് കവിത എഴുതാറും ഒരു സമയത്ത് കവിത എഴുതുമായിരുന്നു. എനിക്ക് കവിത ഭയങ്കര ഇഷ്ടമാണ്. ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ് കവിത. പക്ഷേ ഇപ്പം കുറേ കാലമായിട്ട് ആ കവിത നിലച്ചു നിൽക്കുകയാണ്. ഈ കവിത ഓർത്ത് ചൊല്ലുന്ന സ്വഭാവം ഇല്ല കേട്ടോ. ഈ പണ്ട് IAS ഇതിൻ്റെ സിവിൽ സർവീസിൻ്റെ ഇതിൽ പോയപ്പോൾ തന്നെ ഇപ്പോൾ കവിത എഴുത്ത് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ അവരങ്ങൾ കയറി ചോദിച്ചു, ഇംഗ്ലീഷുകാരിയല്ലേ, അപ്പോൾ അവിടെ കവിത അവർ എന്നോട് കവിത ചൊല്ലാൻ പറഞ്ഞു. നാച്ചുറലി ഒരു 2 വരി ആയപ്പോഴത്തേക്കും ഞാൻ സ്റ്റക്കായി. അപ്പം അന്നേ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും മാഡം, ഇത് മാഡത്തിൻ്റെ ഒരു ഇനിയുള്ള ദിവസങ്ങൾ, അതായത് ഇത്രയും 8-ാം തീയതി വരെ ഉണ്ടല്ലോ, അപ്പം എങ്ങനെയാണ്? എല്ലാം ചിട്ടയാക്കി തന്നെയാണോ കാര്യങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? കുട്ടികൾ വളരെ ഭംഗിയായിട്ട്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നല്ലൊരു ടീമാണ്, നന്നായിട്ട് നടത്തും. പിന്നെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഉണ്ട്, തൊട്ടപ്പുറത്തുണ്ടല്ലോ. അതാണ് തിരുവനന്തപുരത്തിന് ഒരു വലിയ പ്രത്യേകതയും. ശരി മാം, ഇപ്പൊ വന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ കലോത്സവ വേദിയാണ്, ആ ഉറങ്ങിക്കിടന്ന ആ നഷ്ടപ്പെട്ടു പോയ കവിതയൊക്കെ വീണ്ടും തിരിച്ചു വരട്ടെ. താങ്ക് യു മാഡം.